ശരിയെന്ന് പറയല്ലേ, ഒറ്റ വാക്കിൽ ഞാൻ തീർക്കാം. എന്ന് പറഞ്ഞാൽ നൈബർ കൺട്രീസ് ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ അയൽവാസികളായിട്ടുള്ള തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആയിട്ടുള്ള, അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ, നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? അത് വളരെ കൃത്യമായി പറയണം. തിയോക്രാറ്റിക് സ്റ്റേറ്റുകളായി പ്രവർത്തിച്ചിട്ടുള്ള. എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ ജോസഫേ? കറക്റ്റ് തട്ടിക്കോ. അത് ശരിയാ, നമ്മൾ മോശക്കാരാവാൻ പാടില്ലല്ലോ. പറഞ്ഞതുപോലെ അല്ല, നീ ചോദിക്കട്ടെ, ഇന്ത്യ പക്ഷേ തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ലല്ലോ. ഇന്ത്യ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണ്. ഇന്ത്യ പക്ഷേ തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ലല്ലോ. ഇന്ത്യ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണ്. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതെ ഇലക്ഷന്റെ തൊട്ട് മുമ്പ് ഇപ്പോതാ ഇങ്ങനെ ഇതെടുത്ത് ഇങ്ങനെ രാജ്യത്ത് അനാവശ്യമായ ചർച്ചകൾ ഉണ്ടാക്കേണ്ടത് ആരുടെ താല്പര്യമായിരുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യത്തിന്റെ മർമ്മം. എന്നെ എങ്ങനെയെങ്കിലും ഈ പൂട്ടിന്നൊന്ന് രക്ഷിക്കണം. ആ മർമ്മത്തിൽ ഞാൻ പ്രഹരിക്കുമ്പം നിങ്ങൾ വേദനിച്ചിട്ട് കാര്യമില്ല. എന്നെ കൊണ്ട് സംസാരിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത്. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി അവരോട് പറയുകയാണ് രേഖ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. എന്നിട്ട് രേഖയില്ല, അങ്ങിൽ നിന്റെ മതം പറയൂ എന്ന് പറയാ. എന്താ ഉറക്കം വരുന്നു? രേഖ നിന്റെ ഇല്ലെങ്കിൽ നിന്റെ മതം ഇസ്ലാമാണോ നിന്റെ മതം ഹിന്ദുവാണോ എന്ന് ചോദിച്ചതിന് ശേഷം പറയുന്നു യു ആർ ഇൻ ആൻഡ് യു ആർ ഔട്ട് എന്ന് പറയുകയാണ്. നീ മേല ഇമാതിരി പോക്കൃതം കാണിക്കണം.